മുസ്ലിം ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തിയ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്രയായി. അവിടെ രാത്രിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ പള്ളിയിൽ വിശ്രമിക്കാൻ വേണ്ടി കയറി. അതേ പള്ളിയിൽ താമസിക്കാമെന്നും അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ആ പള്ളിയുടെ മേൽനോട്ടക്കാരൻ അദ്ദേഹത്തോട് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഞാൻ മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന വ്യക്തിയാണ്, എനിക്ക് ഇവിടെയല്ലാതെ മറ്റൊരിടമില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അദ്ദേഹം അവിടെ താമസിക്കാൻ സമ്മതിച്ചില്ല. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞില്ല ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബലാണെന്ന്. ഒരു പക്ഷേ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുമായിരുന്നു. അത്രമേൽ പ്രശസ്തനാണ് അദ്ദേഹം. പള്ളിയിൽ നിന്നും പുറത്തിറങ്ങാൻ വിസമ്മതിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഈ മനുഷ്യൻ കാൽ പിടിച്ചു വലിച്ചുകൊണ്ട് പള്ളിക്ക് പുറത്താക്കി പള്ളിയുടെ വാതിലടച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. പള്ളിയുടെ പുറത്തൊരു മൂലയിൽ അദ്ദേഹം വിശ്രമിച്ചു. ഒരല്പം കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തൊരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തെ ലക്ഷ്യമാക്കി അദ്ദേഹം പോയി. അവിടെ ഒരാൾ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം റൊട്ടി ഉണ്ടാക്കുകയുമാണ്, ദിക്റ് ചൊല്ലുകയുമാണ്. അദ്ദേഹത്തിനടുത്ത് ചെന്നുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, നിങ്ങളുടെ വല്ല ആഗ്രഹങ്ങളും സാധിക്കാതെ പോയിട്ടുണ്ടോ എന്ന്. ആ മനുഷ്യൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞു, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. എന്നാൽ എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഒന്ന് കാണണമെന്ന്. ആ മനുഷ്യനറിയില്ല ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബലാണെന്ന്. ആ സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഓർത്തു പോവുകയാണ്, ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. അദ്ദേഹം ആശ്ചര്യപ്പെട്ടത് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നോർത്തുകൊണ്ടല്ല. ഒരാളുടെ ആഗ്രഹം പ്രാർത്ഥനയിലൂടെ ദിക്റിലൂടെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ശൈലി, അതാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്. അദ്ദേഹം ആ റൊട്ടി ഉണ്ടാകുന്ന മനുഷ്യനോട് പറഞ്ഞു, എങ്കിൽ ഞാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. എൻ്റെ കാൽ പിടിച്ചു വലിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ മുന്നിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനിതിവിടെ പറഞ്ഞത് ദിക്റിലൂടെ പ്രാർത്ഥനയിലൂടെ നമുക്കും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം ധാരാളമായി പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ ഓർക്കുക. അങ്ങനെയുള്ളൊരു മനസ്സുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.